Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +2 അക്കൗണ്ടൻസി ഇനി എങ്ങനെ പഠിച്ചാലും പാസ്സാവില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ആണ് കേട്ടോ. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യണം 7012787895. സോ നാളത്തെ എക്സാംസിന് വരുന്ന ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ പാർട്ട്ണർഷിപ്പ്. Partnership is the relation between two or more persons who agrees to share the profits of a business carried on by all or any one of them acting for all. അതായത് ഈ പാർട്ട്ണർഷിപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ടോ അതിലധികമോ പേഴ്സൺസ് തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ്, ബിസിനസ് പരമായിട്ടുള്ള എഗ്രിമെൻറ്റിനാണ് എന്ത് പറയുക, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുക. സോ ഇതിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഈക്വലി ആയിരിക്കണം നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. ദെൻ ഡിഫൈൻ പാർട്ട്ണർഷിപ്പ് ഡീഡ്. എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് അറിഞ്ഞിരിക്കണം. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഈസ് ദി റിട്ടൺ എഗ്രിമെൻറ്റ് കണ്ടെയ്നിങ് ദി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദി പാർട്ട്ണർഷിപ്പ്. അതായത് നമ്മുടെ പാർട്ട്ണർഷിപ്പിലുള്ള എല്ലാ കണ്ടീഷൻസും അതുപോലെ തന്നെ എല്ലാ ടേംസും ഡിഫൈൻ ചെയ്ത് കൊണ്ടുണ്ടാക്കുന്ന ഒരു എഗ്രിമെൻറ്റിനെയാണ് എന്ത് പറയുക, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുക. സോ പാർട്ട്ണർഷിപ്പ് ബേസിൽ എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിലൂടെ അല്ലെങ്കിൽ ഈ ഒരു എഗ്രിമെൻറ്റിലൂടെ വ്യക്തമാക്കുന്നു. Okay, then what is sacrificing ratio? Sacrificing ratio is the ratio in which the all partners sacrifice their profit sharing ratio in favor of a ന്യൂ പാർട്ട്ണർ. അതായത് നമ്മൾ പുതിയ പാർട്ട്ണറിനെ ചേർക്കുമ്പോൾ ഈ പഴയ പാർട്ട്ണർമാർ അല്ലേ, ഇപ്പം നമ്മൾ ന്യൂ ആയിട്ട് കുറച്ച് പാർട്ട്നേഴ്സിനെ ചേർക്കാനായിട്ട് പോവുകയാണ്. ആ സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ ലാഭവിഹിതത്തിൽ വിട്ടുകൊടുക്കുന്ന അനുപാതത്തെയാണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ന്യൂ ആയിട്ടൊരു പാർട്ട്നേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. സോ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെയും ചില കാര്യങ്ങൾ അല്ലേ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ചില റേഷ്യോസ് വിട്ടു തരുന്നുണ്ട്. ഇതിനെയാണ് എന്ത് പറയുക, സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുക. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഗെയിനിങ് റേഷ്യോ? Gaining ratio is the ratio in which the remaining partners gain the share of the retiring or decreased partner. That means ഒരു പാർട്ട്ണർ വിരമിക്കുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ പാർട്ട്ണർമാരും നേടുന്ന ആ ഒരു ലാഭവിഹിതത്തിൻ്റെ അനുപാതം അല്ലേ. ഇപ്പം നമ്മൾ പെട്ടെന്ന് ഒരു പാർട്ട്ണർ എന്താണ് പെട്ടെന്ന് വിരമിച്ച് പോവുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ മരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പാർട്ട്നേഴ്സൊക്കെ കൂടി എന്ത് ചെയ്യും, ഇപ്പോൾ ഉള്ളതിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അല്ലാതെ ന്യൂ ആയിട്ടൊരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ ഇതിനെയാണ് എന്ത് പറയുക, ഗെയിനിങ് റേഷ്യോ എന്ന് പറയുക. Then what is revaluation account? Revaluation account is prepared to record the increase or decrease in the value of assets and liabilities at the time of admission, retirement or death of a partner. അതായത് പാർട്ട്ണറിൻ്റെ പ്രവേശനമോ അല്ലെങ്കിൽ വിരമിക്കൽ അല്ലെങ്കിൽ മരണം സംഭവിക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ ഉണ്ടാവുന്ന അസറ്റ്സിൻ്റെയും ലേബിലിറ്റിൻ്റെയും വാല്യൂ ഇൻക്രീസോ കൂടുകയോ കുറയുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ് നമ്മുടെ റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്? Partners capital account shows the capital contributor and other transaction related to പാർട്ട്ണർ. അതായത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് നമ്മുടെ പാർട്ട്നേഴ്സ് ഓരോ ആൾക്കാരും കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റൽ കാണിക്കാനും അതുപോലെ നമ്മളായിട്ട് റിലേറ്റ് ചെയ്യുന്ന അതർ എൻട്രീസ് കാണിക്കാനും വേണ്ടിയിട്ടുള്ള അക്കൗണ്ടാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ? Retirement of a partner means the withdrawal of a partner from the partnership firm. അതായത് നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്നും അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്നും നമ്മുടെ ഒരു പാർട്ട്ണർ റിട്ടയർമെൻ്റായി വിരമിച്ച് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിനെയാണ് എന്ത് പറയുക, റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുക.
So, next question നോക്കാം. Define company. A company is an artificial person created by law having a separate legal entity. അതായത് നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുക, കമ്പനി എന്ന് പറയുക. സോ അതിനൊരു വ്യക്തിത്വം ഉണ്ട് കേട്ടോ, അതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ കൂടെ ആയിരിക്കും. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഷെയർ? A share is a unit into which the share capital of a company is divided. അതായത് ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ ചെറിയ ചെറിയ ഭാഗങ്ങളായി നമ്മൾ ഡിവിഷൻ ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഡിവിഷൻ ചെയ്ത ആ കുഞ്ഞു കുഞ്ഞു പാർട്ടിനെയാണ് എന്ത് പറയുക, ഷെയർ എന്ന് പറയുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഷെയർ ക്യാപിറ്റൽ? ഷെയർ ക്യാപിറ്റൽ ഈസ് ദി എമൗണ്ട് ഓഫ് മണി റൈസ്ഡ് ബൈ എ കമ്പനി ത്രൂ ദി ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇഷ്യൂ ഓഫ് ഷെയർസിലെ ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മുടെ കമ്പനി റൈസ് ചെയ്ത ആ ഒരു എമൗണ്ടിനെയാണ് എന്ത് പറയുക, ഷെയർ ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഗുഡ് വിൽ? Goodwill is the value of the reputation of a business that enables it to earn higher profits in the future. ഈ ഗുഡ്വിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് കിട്ടുന്ന ഒരു നല്ല ഇമേജിനെയാണ്. അതായത് നമ്മുടെ കമ്പനിയുടെ ഫ്യൂച്ചറിനായിട്ട് കുറച്ച് പ്രൊഡക്ട്സ് നമ്മൾ ഉണ്ടാക്കി വിൽക്കുകയാണ്. ആ ഒരു സമയത്ത് ഒരാൾ റിവ്യൂ പറയണം, ഈ ഒരു പ്രൊഡക്റ്റ് നല്ലതാണ് കേട്ടോ, ഇങ്ങനെ കിട്ടുന്ന ഇമേജിനെയാണ് എന്ത് പറയുക, ഗുഡ്വിൽ എന്ന് പറയുക. അതായത് നമ്മുടെ കമ്പനിക്ക് കിട്ടുന്ന റെപ്യൂട്ടേഷൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ്വിൽ. ഗുഡ്വില്ലിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ, കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഇത് എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ എന്തൊക്കെ പോയിന്റ്സ് ആണ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്റ്റ് വൺ ആണ് നേച്ചർ ഓഫ് ബിസിനസ്. എന്ത് തരത്തിലുള്ള ബിസിനസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നത് കാണിക്കണം. സെക്കൻഡ് വൺ ലൊക്കേഷൻ ഓഫ് ബിസിനസ്. ഏത് സ്ഥലത്താണ് നമ്മളെ ബിസിനസ് ഇടാനായിട്ട് പോകുന്നത്. ഇപ്പം നമുക്കറിയാം വില്ലേജിൽ ബിസിനസ് ഇടുന്നതും പകരം ടൗണിൽ ഇടുന്നതും വളരെ ഡിഫറൻസ് ഉണ്ട്. ബിക്കോസ് ടൗണിലാകുമ്പോൾ ഒരുപാട് പേരുണ്ട്. സോ നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് വളരെ കൂടുതലായിരിക്കും. പകരം വില്ലേജിൽ നേരെ ഓപ്പോസിറ്റാണ്, കുറച്ച് പേഴ്സൺസോ അല്ലെങ്കിൽ കുറച്ച് പീപ്പിൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നമ്മുടെ ഗ്രോത്ത് ഇൻക്രീസ് ആവാതെ ഡിക്രീസ് ആവാനും ചാൻസ് ഉണ്ട്. തേർഡ് വൺ എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ്. നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസിയിൽ എത്രമാത്രം എഫിഷ്യൻ്റ് ആണ് എന്ന് നമ്മൾ കാണിക്കണം. ദെൻ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ്. നമ്മൾ വിൽക്കുന്ന ഓരോ പ്രൊഡക്ട്സിൻ്റെയും ക്വാളിറ്റി, അത് നല്ലതാണോ ചീത്തയാണോ, എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് എന്ന് നമ്മൾ കാണിക്കണം. ദെൻ പ്രോഫിറ്റബിലിറ്റി ഓഫ് ബിസിനസ്. നമ്മുടെ ബിസിനസ് ഇപ്പോൾ പ്രോഫിറ്റ് അല്ലെ, പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ലാഭത്തിലാണോ പോകുന്നത് അത് നഷ്ടത്തിലാണോ എന്ന് നമ്മൾ കാണിച്ചിരിക്കണം. ദെൻ എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് എ കമ്പനി. കമ്പനിയുടെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യൂ എന്നാണ് ചോദിക്കുന്നത്. സോ ഞാനിവിടെ പോയിന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അതായത് നമ്മുടെ കമ്പനിയും ഓണേഴ്സും തമ്മിൽ ഒരു സെപ്പറേറ്റ് ലീഗലിലെ നിയമപരമായിട്ട് വേറിട്ടാണ് ഇരിക്കുന്നത്. സെക്കൻഡ് വൺ പെർപെച്വൽ സക്സഷൻ. നമ്മുടെ കമ്പനി എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് സക്സസ് മാത്രമായിരിക്കും. തേർഡ് വൺ ലിമിറ്റഡ് ലേബിലിറ്റി. നമ്മുടെ കമ്പനിയുടെ ലേബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. നമുക്ക് ഒരുപാട് കടബാധ്യത നമ്മുടെ കമ്പനിക്ക് ഉണ്ടാവില്ല. ബിക്കോസ് എന്താണ്, കമ്പനിയും ഓണേഴ്സും സെപ്പറേറ്റ്ലി ലീഗൽ എൻറ്റിറ്റി ഉള്ള പേഴ്സൺസ് ആണ്. സോ കമ്പനിക്ക് എന്ന് പറയുന്നത് ലേബിലിറ്റി, കടബാധ്യത ലിമിറ്റഡ് ആയിരിക്കും. ഫോർത്ത് വൺ കോമൺ സീൽ. നമ്മുടെ കമ്പനിക്ക് എന്തുണ്ടാവും, ഒരു സീല് ഉണ്ടാവും. ഫിഫ്ത്ത് വൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഷെയർസ് എന്ന് വെച്ചാൽ ഓഹരികൾ അല്ലേ, അതിൻ്റെ ട്രാൻസ്ഫറബിലിറ്റിയും ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ കമ്പനീൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് അല്ലേ, അത് എക്സ്പ്ലെയിൻ ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ മിനിമം 2 persons ആർ റിക്വയർഡ്. ഒരു പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മിനിമം 2 ആൾക്കാരെങ്കിലും വേണം. സെക്കൻഡ് പോയിന്റ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ് നമ്മുടെ പാർട്ട്ണർഷിപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തേർഡ് വൺ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്. പ്രോഫിറ്റും ലോസസും ഈക്വലി ഷെയർ ചെയ്യണം. എത്ര റേഷ്യോയിലാണോ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു റേഷ്യോയിൽ കൃത്യമായിട്ട് ഷെയർ ചെയ്തിരിക്കണം. ഫോർത്ത് വൺ മ്യൂച്വൽ ഏജൻസി. പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ വേണം അല്ലേ. പാർട്ട്ണർഷിപ്പിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഒരാൾ പറയുന്ന അഭിപ്രായം മറ്റൊരാൾ ഏറ്റെടുക്കാനും അതുപോലെ നമ്മുടെ പാർട്ട്നേഴ്സ് പറയുന്ന അഗ്രിമെൻ്റ് ചെയ്ത് മീൻസ് അംഗീകരിച്ച് പോകാനും നമ്മൾ ക്യാപ്പബിൾ ആയിരിക്കണം. ലാസ്റ്റ് വൺ അൺലിമിറ്റഡ് ലേബിലിറ്റി. നമ്മുടെ ലേബിലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ലിമിറ്റഡ് ആയിരിക്കില്ല, അൺലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, ദെൻ വാട്ട് ഈസ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം? Reconstitution of partnership firm is the process of changing the existing partnership agreement due to admission, retirement, death of a partner or change in profit sharing ratio
while the business of the firm continues. അതായത് നമ്മുടെ പെട്ടെന്ന് ബിസിനസ് നിർത്താൻ പോവുകയാണ് എന്ന് നമ്മൾ അറിയുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ പാർട്ട്ണറിൻ്റെ ഡെത്ത് മൂലമോ മരണം മൂലമോ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് വിരമിക്കൽ മൂലമോ അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ആവുന്നതോ ഈ ഒരു സമയത്ത് നമ്മുടെ എന്താവും പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് പൂർണ്ണമായിട്ട് ഡെസ്ട്രോയ് ആയി പോവും. സോ ഈ ഒരു കണ്ടീഷനെയാണ് എന്ത് പറയുക, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ഡെസ്ട്രോയ് ആയി ഇനി ന്യൂ ആയിട്ടുള്ള എഗ്രിമെൻറ്റ് വരുന്നു. ഈ ഒരു കണ്ടീഷനാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം? Dissolution of a firm means the complete closure of the business and termination of partnership relationship among all partners. ഒരു കമ്പനി പൂർണ്ണമായി അടച്ചു പൂട്ടുന്ന ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ പാർട്ട്ണർഷിപ്പിൻ്റെ എല്ലാ റിലേഷനും അല്ലേ, നമ്മുടെ കമ്പനിയിലുള്ള എല്ലാ പാർട്ട്നേഴ്സും തമ്മിൽ നമ്മുടെ പാർട്ട്ണർഷിപ്പ് റിലേഷൻഷിപ്പ് എല്ലാം നിർത്തിക്കൊണ്ട് നമ്മുടെ കമ്പനി അടച്ചു പൂട്ടുന്ന ഈ ഒരു പ്രവർത്തനയാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി എക്സാംസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച് കണ്ടുവരുന്ന ചില ടേബിൾസ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ അത് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മീനിങ്, എഫക്റ്റ് ഓൺ ബിസിനസ്, നെസസിറ്റി ഓഫ് റിയലൈസേഷൻ, സെറ്റിൽമെൻറ്റ് ഓഫ് ലയബിലിറ്റീസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സും എക്സാമ്പിൾസും. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ബിക്കോസ് അത്രയ്ക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഡിഫറൻഷിയേറ്റ് ടേബിളാണ്. ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇക്വിറ്റി ഷെയർ ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് ആണ് ചോദിക്കുന്നത്. സോ അതും ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇക്വിറ്റി ഷെയർ, അതുപോലെ എന്താണ് പ്രിഫറൻസ് ഷെയർ എന്നുള്ളത് കേട്ടോ. ഫസ്റ്റ് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, ഇക്വിറ്റി ഷെയറിൽ എന്ത് അവൈലബിൾ ആണ്, വോട്ടിംഗ് റൈറ്റ് അവൈലബിൾ ആണ്. പക്ഷേ പ്രിഫറൻസ് ഷെയർസിൽ വോട്ടിംഗ് റൈറ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ മസ്റ്റാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതുകൂടെ നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക. ദെൻ തേർഡ് വൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേബിളാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിലുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അതിൻ്റെയും കുറച്ച് പോയിൻറ്റ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഇത്രയും 3 ടേബിൾസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. ബിക്കോസ് 6 മാർക്കിന് ചോദിക്കും അല്ലെങ്കിൽ 3 മാർക്സിന് ചോദിക്കാനും ചാൻസ് ഉള്ളതാണ്. ഇനി നമുക്ക് ചില അക്കൗണ്ട്സ് നോക്കാം കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അക്കൗണ്ട്സ് ആണ് പറയാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ അറിയില്ല എങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫോർമാറ്റ് വരച്ച് കൃത്യമായിട്ട് അതിനകത്ത് എന്തൊക്കെയാണോ വരിക അത് എഴുതി കൊടുക്കുകയാണെങ്കിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടുന്നതായിരിക്കും. സോ നോക്കാം, റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഫോമാറ്റാണ് ഞാൻ ആദ്യം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് 4 കോളംസ് ആണ് വരുന്നത്. പർട്ടിക്കുലാർസ് എമൗണ്ട്, പർട്ടിക്കുലാർസ് എമൗണ്ട്. ഇനി എന്തൊക്കെയാണ് ഓരോ ബോക്സിനകത്തും വരിക എന്നുള്ള കാര്യം ഞാൻ ഡീറ്റെയിലി കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെഫിനറ്റ് ആയിട്ട് പഠിക്കാൻ കൂടെ ശ്രമിക്കുക. നെക്സ്റ്റ് അക്കൗണ്ടാണ് റിയലൈസേഷൻ അക്കൗണ്ട്. അതിൻ്റെയും എഗെയിൻ ഫോർമാറ്റ് തന്നിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെയാണ് വരിക എന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും പഠിക്കണം. എഗെയിൻ ഞാൻ പറയണ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ അറിയില്ല എങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫോർമാറ്റ് വരച്ച് കൃത്യമായി അതിനകത്ത് എന്തൊക്കെയാണോ വരിക എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ 4 മാർക്സ് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അക്കൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതിൻ്റെ ഫോർമാറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പർട്ടിക്കുലാർസ് LF എമൗണ്ട്, പർട്ടിക്കുലാർസ് LF എമൗണ്ട്. ഇതിനകത്ത് എന്തൊക്കെയാണ് വരിക, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ ഡീറ്റെയിലി കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫോർമാറ്റ് മസ്റ്റായിട്ട് പഠിക്കാൻ കൂടെ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is interest on drawings? Interest on drawings is the interest charged by the firm on the amount withdrawn by a partner for personal use. അതായത് ഒരു പാർട്ട്ണർ തൻ്റെ വ്യക്തിപരമായ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ബിസിനസ്സിൽ നിന്ന് പണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം പിൻവലിക്കുകയാണ് എന്ന് കരുതാം. ഈ ഒരു സമയത്ത് നമ്മൾ ആ ഒരു തുകയ്ക്കോ അല്ലെങ്കിൽ ആ ഒരു സാധനത്തിനോ സ്ഥാപനം ഈടാക്കുന്ന ഈ ഒരു പലിശനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുക. കുറച്ചും കൂടി ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു കമ്പനിയിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനമോ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു സാധനത്തിനോ അല്ലെങ്കിൽ ഈ ഒരു പൈസയ്ക്ക് മേലോ ചുമത്തുന്ന ഒരു പലിശ ഉണ്ടാവും. ആ ഒരു എമൗണ്ടിനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ?
Interest on capital is the interest allowed to a partner on the amount of capital contributed by him or her to the firm. അതായത് ഒരു പാർട്ട്ണർ സ്ഥാപനത്തിൽ നിക്ഷേപിച്ച തുകയുണ്ടാവും അല്ലേ, അതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുക. സോ നമ്മൾ എത്രത്തോളം ക്യാപിറ്റൽ ആണോ ഇൻവെസ്റ്റ് ചെയ്തത് ആ ഒരു ക്യാപിറ്റലിന് നമുക്ക് കിട്ടുന്ന പലിശ, ആ ഒരു ക്യാപിറ്റലിന് നമ്മുടെ സ്ഥാപനം നമുക്ക് തരുന്ന ഈ ഒരു പലിശനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്? ഓക്കെ, fluctuating capital method is a method of maintaining partners' capital account in which the capital balance changes from time to time due to interest on capital, drawings, salary, കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എക്സെട്ര. അതായത് നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ ഡ്രോയിങ്സോ സാലറി, കമ്മീഷൻ, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്നിവ കാരണം നമ്മുടെ പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് ഇടയ്ക്കിടെ മാറുന്ന ഈ ഒരു അവസ്ഥനെയാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്? Fixed capital method is a method of maintaining partners' capital account in which the capital remains fixed. All adjustments such as interest on capital, drawings, salary, commission and share of profit or loss are recorded in a separate current account. ദാറ്റ് മീൻസ് നമ്മുടെ പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് സ്ഥിരമായിട്ട് അല്ലെ ഫിക്സഡ് ആയിട്ട് നിലനിൽക്കുന്ന ഈ ഒരു രീതിയാണ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുക. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഡ്രോയിങ്സും സാലറി, കമ്മീഷൻ, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് തുടങ്ങിയ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ഒരു പ്രത്യേകമായിട്ടൊരു രീതിയിൽ, അതായത് ഒരു പ്രത്യേകമായ കറണ്ട് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്ന ഈ ഒരു രീതിയാണ് നമ്മുടെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ഇനി എങ്ങനെ പഠിച്ചാലും പാസ്സാവില്ല, എന്തായാലും ഫെയിൽ ആവും എന്ന് ഉറപ്പിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇതിൽ വരുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സും പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേഷൻസും വീഡിയോസിൻ്റെ ലിങ്കൊക്കെ കൃത്യമായി ലഭിക്കാനായി ഓൾറെഡി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.